ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു മഞ്ചേരിയിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. കാരണം എൻ്റെ ക്ലയൻസ് കൂടുതലും നാട്ടിലുണ്ടായിരുന്നു, എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ എന്തായാലും പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ പണ്ട് മുതൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്. ലൈക്ക് ഓരോ ചെറിയ കാര്യങ്ങളായാലും നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ അപ്പോഴൊന്നും കയ്യിൽ നല്ലൊരു ഫോണില്ല, അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആരുമൊക്കെ നിന്നിട്ടില്ലായിരുന്നു. സ്പെഷ്യലി പോയപ്പോൾ ഒരു നോർമലി റീല് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്ത് നിന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് സ്ഥിരമായിട്ടുള്ള 4 ക്ലയൻസ് ഉണ്ട്. വീഡിയോ പ്രൊഡക്ഷൻ മുതൽ അവിടെ മാർക്കറ്റിങ്ങും പോസ്റ്റേഴ്സും ഒക്കെ ഞാൻ തന്നെ ചെയ്യൽ. ഞാനിപ്പോൾ ഇവിടെ 7 മാസത്തെ കോഴ്സാണ് ഇവിടെ ചേർന്നത്. അതിലിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ക്ലയൻസ് കൂടുതലൊരു ഇതേമാതിരി ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവർ നോർമലായിട്ട് എന്നോട് ചോദിക്കലുണ്ട്, ഈ ആഡ്സ് റൺ ചെയ്യലുണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യലുണ്ടോ, ഗ്രാഫിക് ഡിസൈന് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യലുണ്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം പോരാ, അതിനൊപ്പം എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പഠിക്കണം എന്നുള്ളത്, ക്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ GD അക്കാഡമിയിൽ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. GD അക്കാദത്തെ കോഴ്സിൻ്റെ മൊഡ്യൂൾസിൽ ലൈക്ക് അവർ ഫസ്റ്റത്തെ 3 മന്ത്സിൽ പഠിപ്പിക്കുന്നത് ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിംഗും ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ കൂടുതലും അവരാകെ ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് GD അക്കാഡമി പോയി ജോയിൻ ചെയ്തത്. ഗ്രാഫിക് ഡിസൈനിൻ്റെ സെഷൻ കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എക്സാം വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഈ എക്സാം ആയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടണോ, നമ്മൾ ഒറ്റയ്ക്ക് എത്രത്തോളം എഫേർട്ട് ഇടാൻ കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ.